മഹാഗുരു ശരണം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജിത മാഡം ആണ്. അപ്പോൾ മാഡം പറഞ്ഞുകൊണ്ടിരുന്നത് നാരായണീയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് 1,00,000-ലധികം പേരെ സംയോജിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവർ പ്ലാൻ ചെയ്തിരുന്നു, നാരായണീയം എന്നുള്ളത്. പക്ഷെ അതിൽ വരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നപ്പോൾ ശ്രീനിവാസ പൈ സാറിനെ കോൺടാക്ട് ചെയ്തിരുന്നു. ശേഷം വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാണാം. ശ്രീനിവാസ സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തില്ല. സാറ് എന്നെ ഇങ്ങോട്ട് വിളിക്കുക. സാറിനോട് കൊടുങ്ങല്ലൂർ അമ്മ പറഞ്ഞു, അതാണ് അതിന്റെ ശരി. കൊടുങ്ങല്ലൂർ അമ്മ പറഞ്ഞു താരായണത്തിൽ തടസ്സമുണ്ട്, അത് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സാറ് വിളിക്കുന്നത് ഏകദേശം ഒരു രാത്രി 10 മണിക്കാണ്. ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത് വന്നു. പക്ഷെ വീണ്ടും ശ്വാസം മുട്ട്, തലവേദനയ്ക്ക് ഒരു മാറ്റമില്ല. ഞാൻ ഹമ്പ് പോലും വണ്ടിയിൽ കയറുമ്പോൾ പോലും എനിക്ക് കണ്ണുപോലും അടയ്ക്കാൻ പറ്റാത്ത അത്ര വേദന എടുത്തിട്ട് വീണ്ടും പുലർച്ചയ്ക്ക് പോയിട്ട് വീണ്ടും ഇഞ്ചക്ഷൻ എടുത്തു. 3 മണിക്ക് പോയിട്ട് വന്ന് ഗ്ലൂക്കോസൊക്കെ ആയിട്ട് വന്ന് കിടക്കുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നടക്കുമെന്ന് അറിയില്ല. പക്ഷേ രാവിലെ 8 മണിക്ക് ഞാനൊന്ന് എനിക്കപ്പോൾ ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഓൾറെഡി ടാക്സി വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ 10 മണിക്ക് ഞാൻ എത്തും. എന്നോട് തലേദിവസം പറഞ്ഞിരുന്നു 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വേഗം വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ച് നമുക്ക് പോവാ, ദേവി പറഞ്ഞിട്ടല്ലേ, സാറിന് ദേവി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ സാറ് പറഞ്ഞ പ്രകാരം കുളിച്ച് 10 മണിയാകുമ്പോഴേക്കും ഹസ്ബൻഡിനെ ഇങ്ങനെ പിടിച്ച് നടക്കാൻ ഒട്ടും പറ്റണില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഞാൻ അമ്പലത്തിലെത്തി. സാറ് സങ്കല്പിച്ച് നാളികേര കുഴിഞ്ഞ് അപ്പോൾ കുറേ പേര് വാളും ചിലമ്പ്, ഇത്രയും നല്ല തിരക്കിൻ്റെ ഇടയ്ക്ക് സാറ് എന്നെ കൊണ്ടുപോയി വാളും ചിലമ്പും എടുത്ത് നടന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് നടക്കി കൊണ്ട് വെച്ചു. കഴിഞ്ഞ് സാറ് നീ പോയി ശരിയായിക്കോളും എന്ന് പറഞ്ഞു. ശരിയായിക്കോളും എന്ന് പറയൽ മാത്രമല്ല, അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്നൊരു വ്യത്യാസം എന്ന് പറയുന്നില്ലേ, അതുപോലെ ഞാൻ വീട്ടിലെത്തി. വൈകുണ്ഠാമൃത സാന്ദ്രാനന്ദം പ്രോഗ്രാം ഗംഭീരമായിട്ട് നടന്നു. ഇരിഞ്ഞാലക്കുടയിൽ 1,500 പേരുടെ അടുത്ത ആളുകളായിട്ട് പങ്കെടുപ്പിച്ച് ചെയ്തു. അതിലെനിക്ക് എൻ്റെ കൂടെ നിന്ന രമ്യ, ദീപ ചേച്ചി ടീച്ചർ, അങ്ങനെ കുറേ ആചാര്യന്മാർ, വേർഗിരിച്ച ടീച്ചർ, കുറേ ലളിതാമ്പാൾ ടീച്ചർ, സുചിത്ര വിനയൻ, ഇന്ദിര കുര്യക്കാട്ട് ടീച്ചർ, പിന്നെ കുറേ അധ്യാപകന്മാർ, ചന്ദ്രിക രാജു, വിനീത ജയകൃഷ്ണൻ, ഇവരൊക്കെ കൂടി ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ സ്റ്റുഡൻസ്, ശിക്ഷകളെല്ലാവരും കൂടി ഞങ്ങൾ ഗംഭീരമായിട്ട് നടത്തി. വാസേച്ചി എന്ന് പറഞ്ഞാൽ കർണവരാണ്. അവരൊക്കെ കൂടി, സുചിത്ര വിനയൻ, അംബിക മുരളി, ഇവരൊക്കെ കൂടി ഞങ്ങൾ ഒരുമിച്ച് നന്നായി സന്തോഷ് ചെറാക്കുളം അവരൊക്കെ കൂടിയിട്ട് ഒരുമിച്ചാണ് ഞങ്ങൾ, റോളി ചന്ദ്രരൊക്കെ കൂടിയിട്ടാണ് നടത്തിയത്. ഗംഭീരമായി നടത്തി. വൈകുണ്ഠാമൃതം പരിപാടി ശശിയേട്ടനും വൈകുണ്ഠാമൃതത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ശശിയേട്ടൻ, ബാബുരാജേട്ടൻ, അങ്ങനെ അവരൊക്കെ കൂടി, മോഹൻദാസ് ഏട്ടൻ, പിന്നെ എടത്തറ വിജയ് ശർമ്മ, അവരൊക്കെ കൂടി ഗംഭീരമായിട്ട് അവിടെ നടത്തി. വീട്ടിലെത്തിയപ്പോൾ അത് കഴിഞ്ഞു. അതുവരെ എനിക്ക് ശ്വാസം മുട്ടും ഉണ്ടായിട്ടില്ല, തലവേദന ഉണ്ടായില്ല. മറ്റത് ഡെയിലി ഞാൻ തലവേദനയ്ക്ക് ഇങ്ങനെ ഇത് വരുമ്പോൾ ഡെയിലി മൈഗ്രാനിൽ ഒരെണ്ണം പോരാ 2 എണ്ണം കഴിക്കണം. ഞാൻ മൈഗ്രാനിൽ ഗുളികയും കഴിക്കേണ്ടി വന്നില്ല. സത്യമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു വിശ്വാസം വരാനുള്ളൊരു കാരണം കൂടിയാണത്. അങ്ങനെ ഇത് വന്നില്ല, ഒരു തലവേദനയും വന്നില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായി, ശ്വാസം മുട്ടുണ്ടായി, ഗംഭീരമായിട്ട് നടത്താൻ പറ്റി. അത് കഴിഞ്ഞ് വീട്ടിലെത്തി വീണ്ടും ശ്വാസം മുട്ട് തുടങ്ങിയാണ്. സാറിനെ ഞാൻ വിളിച്ചു. സാറ് അപ്പോൾ ദേവി നമുക്ക് വേണ്ടി ഇത് ചെയ്തതല്ലേ, അപ്പോൾ ദേവിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുണ്ഠാമൃതവും സാന്ദ്രാനന്ദവും നടത്താനുള്ള ഒരു കാരണം നമ്മുടെ പൈസാറ്, ശ്രീനിവാസ പൈസാറ്, ദേവിയും കൂടിയിട്ടാണ് അത് ചെയ്യാനുള്ള ഇതുണ്ടാക്കിയത്. അതിന് പകരമായിട്ട് നമുക്ക് ദേവിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, സന്തോഷം, 9,000 പേരുടെ ലളിത സഹസ്രനാമം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. സാറിൻ്റെ എനർജി അത് മാത്രമല്ല, അതിനുശേഷം സാറ് എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായി. വേറൊരു വലിയൊരു ഇഷ്യൂ വന്നു. കുറച്ച് പേര് ഇതിൻ്റെ കുറച്ച് ഡിസ്പ്യൂട്ടിൻ്റെ ഇടയിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു. അത് സാറ് പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നു, നിങ്ങളുടെ വീട്ടിലുള്ള ദേവിയാണ് എന്നെ കണക്ട് ചെയ്യുന്നത്, ആ ദേവി അത് പരിഹരിച്ചോളും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് 2 കൂട്ടരുടെ അടുത്തും അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞാനും ദീപ ചേച്ചി രമ്യയും എന്ത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോൾ
അത് സാർ അത് ഭംഗിയായി അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ അത് പരിഹരിച്ചു. സാറ് അതൊക്കെ ഫോണിൽ കൂടെയാണ് കേട്ടാ, വീഡിയോ കോളിലാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് സാർ. അത് വീഡിയോ കോളിലാണ് ഇവിടുത്തെ ദേവിയുടെ ചൈതന്യം സാറ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് സാറ് ഇവിടെ വന്നു കഴിഞ്ഞ് സാറ് ശരിക്കും എൻ്റെ ഹസ്ബൻഡിന് ശരിക്കും ചൈതന്യം, എനർജി മനസ്സിലാക്കി കൊടുത്തു. ആള് ആകെ എന്താ പറയാ, ശരീരം കിടന്ന് ഇങ്ങനെ വിറയുന്ന, തലയിൽ എന്തോ സംഭവിച്ച പോലെയാണ് എൻ്റെ എനർജി മനസ്സിലാക്കി കൊടുത്തു. സാറിന്റെ കയ്യിൽ ഇങ്ങനെ തൊട്ട് ആ ദേവിയുടെ സ്ഥലത്ത് ശരിക്കും കണ്ണടച്ച് നിന്ന്, എന്താ പറയാ, കാല് ചെരുപ്പിടാതെ വന്ന് നിന്നപ്പോ തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി സാറ് കൊടുത്തു. ഇനിയിപ്പോ എല്ലാവരെയും വിളിച്ച് ഞാൻ ഇനി കാണിച്ചു കൊടുക്കണം.